എൻ്റെ ഏജിൽ ലൈക്ക് ഐ ആം ലൈക്ക് 62 നൗ, ഈവൻ എൻ്റെ ഏജിലുള്ള ചില ആൾക്കാർ ഇപ്പോഴും അവരുടെയൊക്കെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ, ലക്കി ദേ ആർ. ഇപ്പോഴും സ്റ്റിൽ എവറി ഡേ വിളിച്ചിട്ടായിരിക്കും ഞാൻ ഇന്ന് മൂവിക്ക് പോവുക, ഞാൻ സോ ആ ബൗണ്ടറി അവർ വരയ്ക്കുക എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. സോ വാട്ട് ഈസ് ദ ഫിയർ? ചില ആൾക്കാർക്ക് ലൂസിങ് ദം ആയിരിക്കാം, ഒരു ഫിയർ കൊണ്ടായിരിക്കാം ബൗണ്ടറി വരയ്ക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ചില ആൾക്കാർ ഗിൽറ്റിൽ ഞാൻ ഇന്ന് വിളിച്ചില്ലെങ്കിൽ അമ്മ കരഞ്ഞിട്ട് കിടക്കും. പക്ഷേ ഈവൻ ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ്, ബട്ട് സ്റ്റിൽ ദേ വിൽ ഡു. പലതരത്തിലുള്ള പ്രഷറിലുള്ള ആൾക്കാർ ചെയ്യുന്നത്. ഇതിനും എഗെയിൻ ഞാൻ എപ്പോഴും പറയുന്നത്, പല ആൾക്കാരും പറയുന്നത് അമ്മ ഇന്ന് എൻ്റെ ഫോൺ കണ്ടില്ലെങ്കിൽ അമ്മ കരയും, അല്ലെങ്കിൽ അമ്മ ഇന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറയും. നമ്മുടെ റെസ്പോൺസസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് ഒരു അമ്മയ്ക്കൊരു കുട്ടി വലുതായി എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്? ഹൗ ഡു യു ബിഹേവ്? എൻ്റെ ബോഡി ലാംഗ്വേജിൽ ആ മെസ്സേജ് ഉണ്ടാവണം. അമ്മ ഷുഡ് ട്രസ്റ്റ്, ഓക്കെ ഷീ ക്യാൻ ഹാൻഡിൽ ദ ലൈഫ്, ഐ ക്യാൻ സിറ്റ് ബാക്ക്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഇന്ന് കാണുന്നതൊക്കെ തിരിച്ചിട്ട് തന്നെയാണ്. ഇപ്പോഴും ഒരു സൈഡിൽ നിന്ന് ഇവിടെ വിളിച്ച് ചോദിക്കണം എന്താണ് ചെയ്യേണ്ടത്. ആർ യു ലൈക്ക്, ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് നിങ്ങൾ എത്ര വലുതായി എന്നുള്ളത്, അഡൽട്ട് പെർസെൻറ്റേജ് അതിനുള്ളിൽ എത്രയുണ്ടെന്നുള്ളത്. ചില ഏജ് 40, 41, പക്ഷേ മോസ്റ്റ്ലി അവരുടെ ബിഹേവിയർ വരുന്നത് ചെറിയ കുട്ടിയാണ്. ഇന ചൈൽഡ് നമ്മൾ വിളിക്കുന്ന ആ പാർട്ടായിരിക്കും കൂടുതൽ ആക്റ്റീവ്. അപ്പം അത് രണ്ട് സൈഡിൽ നിന്നുണ്ട് കേട്ടോ. ചില പേരൻസിൻ്റെ ഫിയറുണ്ട്, മക്കളായി അവർക്ക് മക്കളായി സ്റ്റിൽ മക്കളായാലും ഇപ്പോഴും ഞാൻ വിചാരിച്ചാൽ അപ്പം അത് നിർത്തേണ്ടത് അവനവൻ്റെ പേഴ്സണൽ ചോയ്സസ് ആണ്. എസ്പെഷ്യലി ഇഫ് അത് ക്ലയൻ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വി വിൽ എംപവർ ദം ഇൻ ദാറ്റ് വേ. അഗെയിൻ ആ സബ്ജക്റ്റ് പേഴ്സണൽ ടു പേഴ്സണലാണ് ഓരോരുത്തർക്കും. ബട്ട് ഇഫ് ദേ ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ്, ലെറ്റ് ദം ഗോ അഹെഡ് വിത്ത് ദാറ്റ്. ബട്ട് ഇഫ് ദേ ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്, then we need to work on it. വിട മാട്ടേ.